ആരെങ്കിലും ആസ്പിരിൻ ഉപയോഗിക്കുന്നവരാണോ അതോ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആസ്പിരിൻ ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നില്ലെങ്കിൽ വമ്പൻ പണി കിട്ടും. ഒന്നാമത്തെ കാര്യം, എക്കോസ്പിരിൻ അല്ലെങ്കിൽ ആസ്പിരിൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ആഹാരത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം തന്നെ അത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും എംപ്റ്റി സ്റ്റൊമക്കിൽ ആസ്പിരിൻ എടുക്കാൻ പാടുള്ളതല്ല. സഡൻ ആയിട്ട് ആസ്പിരിൻ സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല. ആസ്പിരിൻ പൊട്ടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ചവച്ചരച്ച് കഴിക്കുകയോ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഇൻ കേസ് നിങ്ങൾ ആസ്പിരിന്റെ പാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത് ആ ഗുളികയ്ക്ക് ഒരു വിനഗരി സ്മെൽ അല്ലെങ്കിൽ വിനഗർ സ്മെല്ല് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡീകോമ്പൻസേഷൻ സംഭവിച്ച ടാബ്ലറ്റ് ആണെന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല. ഇതുകൂടാതെ നമ്മൾ വൊമിറ്റ് ചെയ്യുന്ന സമയത്തോ അതല്ലെന്നുണ്ടെങ്കിൽ മലം അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തോ അതിൽ ബ്ലഡിന്റെ അംശമുണ്ട്. ഇൻ കേസ് എക്കോസ്പിരിൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് സപ്പോസ് ഇപ്പോൾ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോകുമ്പോൾ ഒരു ഡെന്റൽ പ്രൊസീജിയർ ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സർജറി ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് നിങ്ങൾ എക്കോസ്പിരിൻ അല്ലെങ്കിൽ ആസ്പിരിൻ കഴിക്കുന്നതിനെ പറ്റി ഇൻഫോം ചെയ്യേണ്ടതാണ്. ഇതൊന്നും കൂടാതെ ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, എക്കോസ്പിരിൻ അല്ലെങ്കിൽ ആസ്പിരിൻ എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രൈസ് കൺട്രോൾഡ് ഡ്രഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സീലിംഗ് പ്രൈസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ല ബ്രാൻഡ് എക്കോസ്പിരിൻ വാങ്ങിക്കാൻ പോലും വളരെ കുറച്ച് പൈസ ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്യുന്നവർ അത്യാവശ്യം നല്ല ബ്രാൻഡിൽ തന്നെ എക്കോസ്പിരിൻ അല്ലെങ്കിൽ ആസ്പിരിൻ കഴിക്കാനായിട്ട് ശ്രമിക്കുക.